ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ബീറ്റ്റൂട്ട് വെച്ച് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ബീറ്റ്റൂട്ടൊക്കെ കഴിക്കാത്ത കുഞ്ഞുങ്ങൾക്കൊക്കെ കഴിപ്പിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്, സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ ഇതുപോലെ ഒരു ബീറ്റ്റൂട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. കുറച്ച് വലിയ പീസാക്കി എടുത്തോളൂ, കുഴപ്പമൊന്നുമില്ല. ഇതെല്ലാം നമുക്കിതുപോലെ കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്കൊരു കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ നോർമൽ രീതിയിലൊന്നുമല്ല, പച്ചയ്ക്കല്ല ചെയ്യുന്നത്, കുറച്ചൊന്ന് വേവിച്ചിട്ടാണ്, അതായത് കുക്കറിലൊന്ന് വേവിച്ചെടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. കുക്കറിലാകുമ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടും, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ അല്ലാതെ വെള്ളം ഒഴിച്ച് വേവിക്കുകയാണെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഞാൻ കുറച്ച് വലിപ്പമുള്ള പീസാക്കി തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മൊത്തം കട്ട് ചെയ്ത് വെച്ചു. അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബീറ്റ്റൂട്ട് എടുത്തോളൂ കേട്ടോ. ബീറ്റ്റൂട്ട് കൊണ്ടുള്ള ഒരുപാട് റെസിപ്പി ഓൾറെഡി നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാത്തതെല്ലാം ഒന്ന് കണ്ടു നോക്കുക. ബീറ്റ്റൂട്ടും മുട്ടയും വെച്ചിട്ടൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബീറ്റ്റൂട്ടും ചെറുപയറും വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അപ്പോൾ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ബീറ്റ്റൂട്ട് നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം വേവാൻ ആവശ്യത്തിനുള്ള വെള്ളവും സ്വല്പം ഉപ്പും ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വിസിൽ കേൾപ്പിച്ചെടുക്കണം. ഒരുപാട് അങ്ങ് ഉടയുന്ന പരുവമാവരുത്, എന്നാൽ നന്നായി വേവും വേണം. ആ ഒരു പരുവത്തിൽ വേണം എടുക്കാനായിട്ട്. ഒത്തിരി ഉടഞ്ഞു പോരുത്. ഒരു 1-2 വിസിൽ അത്രയും മതിയാവും. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളത്തിൻ്റെ അളവങ്ങ് ഒരുപാട് കൂട്ടണ്ട, അപ്പം നമ്മുടെ കറി ഒരുപാട് ലൂസായി പോകും കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചെടുക്കാം. ഇനി നമ്മളിതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ നമ്മൾ മുളക് പൊടിയോ പച്ചമുളകോ അങ്ങനെയൊന്നും നമ്മൾ എരിക്ക് വേണ്ടിയിട്ട് ഇപ്പം ചേർത്ത് കൊടുക്കുന്നില്ല. ജസ്റ്റ് വെള്ളം ഒഴിച്ച് ഉപ്പ് മാത്രം, വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം മാത്രം മതി. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഒരുപാട് അങ്ങ് ചെറുതാക്കി അരിഞ്ഞെടുക്കേണ്ട, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങ് ഉടയും. അതുകൊണ്ടാണ് അത്യാവശ്യം വലുപ്പമുള്ള പീസാക്കി കട്ട് ചെയ്തെടുത്തോളൂ കേട്ടോ. നമുക്ക് അപ്പോൾ ഇത്രയായിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. 2 വിസിൽ അത്രയും മതിയാവും കേട്ടോ. അടപ്പ് വെച്ച് ഒന്ന് അടച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ പ്രഷറൊക്കെ പോയതിന് ശേഷം നമുക്ക് ഓപ്പൺ ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ബീറ്റ്റൂട്ട് ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ അരച്ചെടുക്കുന്നില്ല, കുറച്ച് ബീറ്റ്റൂട്ട് മാത്രം നമുക്ക് അരച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ വെള്ളത്തോട് കൂടി തന്നെ എടുക്കുക. വെള്ളം ഒരുപാട് കുറവായി കഴിഞ്ഞാലും ആ ഒരു ടേസ്റ്റ് നമ്മുടെ കറിക്ക് ഉണ്ടാവില്ല. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് വേണം എടുക്കാൻ. അപ്പോൾ ഇത് പ്രഷറൊക്കെ പോയതിന് ശേഷം ഞാൻ ഓപ്പൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ചട്ടി വെച്ചതിന് ശേഷം ആ വെള്ളത്തോട് കൂടി തന്നെ ഞാൻ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ എന്താ ചെയ്യുന്നത്, ഇതിൽ കൂടുതൽ വെള്ളം ആവരുത് കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു 5-6 പീസ് അതിൽ വെച്ചതിന് ശേഷം ബാക്കി പീസ് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. കംപ്ലീറ്റ് ആയിട്ട് എടുക്കണ്ട. നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ആ ഒരു 5-6 പീസ് നമ്മൾ എടുക്കുമല്ലോ, അതിന് വേണം എന്നുണ്ടെങ്കിൽ 1-2 പീസാക്കി വേണമെങ്കിൽ ഒന്ന് കട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ഇട്ടാലും മതി കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിലാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് തവി കൊണ്ട് ജസ്റ്റ് ഒന്ന് പീസ് ചെയ്യാം. ഇങ്ങനെ ഒന്ന് കുത്തി ഉടച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതങ്ങ് ചെറുതായിക്കോളും. അതൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ കുറേശ്ശെ ആ വെള്ളത്തിൽ നിന്ന് ഊറ്റി തന്നെ എടുക്കുകയാണ്, വെള്ളത്തോടു കൂടി എടുക്കുന്നില്ല. കണ്ടോ, ഇതുപോലെ നമുക്ക് ഈ തവി കൊണ്ടൊന്ന് ഉടച്ച് കഴിഞ്ഞാൽ അതൊന്നുകൂടെ ഒന്ന് ചെറുതാവും. ഞാനിപ്പോൾ അങ്ങനെ ആക്കി എടുക്കുന്നില്ല. അപ്പോൾ ഈ പീസ് നമുക്കൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. ഇതിനകത്ത് കുറച്ച് സാധനങ്ങൾ നമ്മൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഒരു അരപ്പിടിയോളം, ഒരുപാട് എടുക്കണ്ട കേട്ടോ, ഒരു പിടി തികച്ചെടുക്കരുത്, ഒരു അരപ്പിടിയോളം തേങ്ങ എടുക്കുന്നുണ്ട്. തേങ്ങ ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ തേങ്ങ ചേർത്താൽ ഒരു പ്രത്യേക സ്വാദാണ് കേട്ടോ. ഒരിത്തിരി എടുക്കുന്നുള്ളൂ കേട്ടോ. ഒരു 2-3 ടേബിൾ സ്പൂൺ അത്രയും മതിയാവും തേങ്ങ. തേങ്ങയുടെ അളവങ്ങ് ഒരുപാട് കൂടിക്കഴിഞ്ഞാലും ആ ഒരു ടേസ്റ്റ് വരത്തില്ല. അതുകൊണ്ട് തന്നെ അളവ് കുറച്ചെടുത്താൽ മതി. ഇനി നമുക്കിതിനകത്തേക്ക് എരിവിനുള്ള സാധനങ്ങൾ ചേർക്കണം. അതിൽ നമ്മൾ മുളക് പൊടി ചേർക്കുന്നില്ല, പച്ചമുളകാണ് ചേർക്കുന്നത്. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് എത്രത്തോളം എരിവ് വേണോ അതിനനുസരിച്ച് ചേർക്കുക. ഈ ഒഴിച്ചുകറിയാകുമ്പോൾ നമുക്ക് ഒരുപാട് എരിവിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ ഞാനൊരു ഒരെണ്ണേ ചേർക്കുന്നുള്ളൂ. തേങ്ങ കുറച്ച് പീസാക്കി കട്ട് ചെയ്താണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഒരു അരപ്പിടി അത്രയും മതി, 2-3 ടേബിൾ സ്പൂൺ അത്രയും മതിയാവും. ഒരു പിടി എടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മളിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് എരിവിനനുസരിച്ച് പച്ചമുളകാണ്. ഒരു പച്ചമുളക്, അത്യാവശ്യം എരിവുള്ള മുളകാണ്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട്. ചെറിയ ജീരകമാണ് നല്ല ജീരകം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്തു. ഇനി ഇതിനകത്തേക്ക് നമുക്ക് പച്ചമുളകും അതുപോലെ തന്നെ ഒരു വെളുത്തുള്ളി ഓപ്ഷണലാണ്, പക്ഷേ ചേർത്താൽ ഒരു പ്രത്യേക സ്വാദാണ്. അപ്പോൾ വെളുത്തുള്ളി ഒഴിവാക്കണ്ട കേട്ടോ, ഒരെണ്ണം ചേർത്താൽ മതി, ചെറിയൊരു വെളുത്തുള്ളി. അപ്പോൾ ഞാൻ ഒരു പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അത്യാവശ്യം എരിവുണ്ട് കേട്ടോ. നിങ്ങൾക്ക് നല്ല എരിവ് വേണം എന്നൊക്കെ ഉള്ളവർക്ക് ഒരു 2 1/2 മുറിയൊക്കെ ചേർക്കാം കേട്ടോ.
അപ്പോൾ ദാ ഒരു വെളുത്തുള്ളി കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് അരച്ച് നല്ല ഫൈൻ പേസ്റ്റാക്കി കൊണ്ടുവരാം. അപ്പോൾ ഞാൻ ദാ അരച്ചെടുത്തിട്ടുണ്ട്. അത് ഈ ഒരു കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കണം. നന്നായിട്ട് അരച്ചെടുത്തോളൂ. ഇതിൽ ഞാൻ വെള്ളം ഒന്നും ഒഴിച്ചിട്ടില്ല, കാരണം ആ ബീട്രൂട്ടിൽ തന്നെ ആ തേങ്ങ അരഞ്ഞ് കിട്ടും കേട്ടോ. ഞാൻ വെള്ളം ഒന്നും ഒഴിച്ചിട്ടില്ല. നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് പിന്നീട് ലാസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ട് വെള്ളം വേണം എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഒഴിച്ചിട്ടില്ല. ഇതുവരെ ഞാൻ ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടില്ല. ഇനി നമ്മളിതിനകത്തേക്ക് ചേർക്കുന്നത് തൈരാണ്. ഞാൻ ഏകദേശം ഒരു 1/2 ലിറ്ററോളം തൈര് എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് പൾസ് മോഡിൽ കറക്കിയെടുത്തു. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓണാക്കി കൊടുക്കാം. ഒരുപാടിട്ട് തിളപ്പിക്കരുത്, ഇതൊന്ന് ചൂടായി വരാനേ പാടുള്ളൂ. നല്ലപോലെ മിക്സ് ചെയ്തെടുത്തോളൂ. തൈരായതുകൊണ്ട് തന്നെ തിളപ്പിക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. തിളച്ച് കഴിഞ്ഞാൽ പിരിയുന്ന പോലെ ആയിപ്പോവും. അപ്പോൾ ഉപ്പൊക്കെ ചെക്ക് ചെയ്യുക, സ്വല്പം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. നമ്മൾ ആദ്യം ബീട്രൂട്ടിൽ ഉപ്പിട്ടതാണല്ലോ, അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. തിള വരരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഫ്ലെയിം നല്ല കുറച്ച് വയ്ക്കണം. ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ആ മിക്സിയുടെ ജാറ് കഴുകി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബീട്രൂട്ടൊക്കെ കഴിക്കാത്ത കുഞ്ഞുങ്ങൾക്കൊക്കെ ബീട്രൂട്ടൊക്കെ കഴിപ്പിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഇത് നമ്മൾ അരച്ച് ചേർക്കുന്നതുകൊണ്ട് തന്നെ ആ ബീട്രൂട്ടിൻ്റെ ആ ഒരു ടേസ്റ്റും ഒന്നും അവരറിയില്ല. അപ്പോൾ എൻ്റെ മോളൊക്കെ ആണെങ്കിൽ ബീട്രൂട്ട് കണ്ടാൽ തന്നെ വേണ്ടാന്ന് പറയും. അങ്ങനെയുള്ള കുട്ടികളെയൊക്കെ കഴിപ്പിക്കാൻ പറ്റുന്ന വളരെ എളുപ്പത്തിലുള്ള ഒരു ട്രിക്കാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും ഒരു സ്വല്പം പഞ്ചസാരയും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ആ പുളിയൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ്. തൈര് ചേർക്കുന്ന കറികൾക്ക് എപ്പോഴും ഒരു നുള്ളു പഞ്ചസാര ചേർത്താൽ അതൊരു പ്രത്യേക സ്വാദാണ്. എന്ന് കരുതി പഞ്ചസാരയുടെ അളവ് ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ ആ ഒരു മധുരത്തിൻ്റെ ടേസ്റ്റ് വരും. ഒരു നുള്ളേ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്ത് ഒന്ന് ചൂടാക്കി എടുക്കുക. അത്രയും മതി കേട്ടോ. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ചൂടായി വരുന്നുണ്ട്. നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തതിന് ശേഷം ഒരു പാൻ വെച്ചു, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോഴേക്ക് ഇത്തിരി കടുകും ഒരു 2 വറ്റൽമുളക്, 1-2 വറ്റൽമുളക് കൂടി ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ ചെറിയുള്ളി മൂപ്പിച്ച് ചേർക്കണ്ട. ചെറിയുള്ളി മൂപ്പിച്ച് ചേർത്ത് കഴിഞ്ഞാൽ ഈ ഒരു സ്വാദ് കിട്ടില്ല. ഇതിന് കടുക് വറുത്തിടണം എന്ന് തന്നെ ഇല്ല കേട്ടോ, അല്ലാതെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇത് ഓപ്ഷണലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. സിമ്പിളാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നാടൻ റെസിപ്പിയാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. മസ്റ്റായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഞാൻ പറഞ്ഞ പോലെ കടുക് വറുത്തിടണം എന്ന് നിർബന്ധമില്ല, ഓപ്ഷണലാണ്. ഇഷ്ടമുള്ളവർ മാത്രം ചെയ്താൽ മതി. സിമ്പിളായിട്ടുള്ള നമ്മുടെ ബീട്രൂട്ട് കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴാണ് മറ്റുള്ളവർക്കും ട്രൈ ചെയ്യാനൊരു ഇൻട്രസ്റ്റ് വരിക. അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് കാണാമെന്നാൽ മാത്രമേ എൻ്റെ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടൻ തന്നെ വീഡിയോസ് കാണാൻ പറ്റൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ ഹൈപ്പ് ഓപ്ഷൻ ഉണ്ട്, ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. വ്യത്യസ്തമായ മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്.